ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയിംസ് പോർട്ടൽ വഴി എങ്ങനെയാണ് വിള ഇൻഷുറൻസ് ചെയ്ത ഒരു കർഷകന് തൻ്റെ കൃഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കേണ്ടത്? ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എയിംസ് പോർട്ടൽ വഴി വിള ഇൻഷുറൻസ് ചെയ്ത കർഷകർക്ക് മാത്രമേ എയിംസ് പോർട്ടൽ വഴി നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ നമുക്ക് വിള ഇൻഷുറൻസ് ചെയ്യാം, എയിംസ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാം, ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. സംശയമുള്ളവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴേ നമുക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനായി നമ്മൾ രജിസ്റ്റർ ചെയ്ത യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ വലതുഭാഗത്ത് കാണുന്ന സർവീസ് മെനുവിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ മൂന്നാമത് കാണുന്ന അപ്ലൈ ഫോർ കോമ്പൻസേഷൻ ഫോർ ഇൻഷുർഡ് ക്രോപ്സ് എന്ന് കാണുന്ന ഈ മൂന്നാമത്തെ മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വിൻഡോയിൽ ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുറന്നു വരുന്ന വിൻഡോയിൽ കൃഷിഭവൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൃഷിഭവൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കലാമിറ്റി എന്ന് കാണുന്ന ഈ കോളത്തിൽ എന്ത് കലാമിറ്റിയാണ് അവിടെ ഉണ്ടായത് ആ കലാമിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കലാമിറ്റി ഡേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗോ എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ഇൻഷുറൻസ് ചെയ്ത സ്ഥലത്തിൻ്റെ വിവരവും നമ്മൾ ഇൻഷുറൻസ് ചെയ്ത ക്രോപ്പിൻ്റെ വിവരമെല്ലാം നമുക്ക് ഈ തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും. 5 സർവേ നമ്പറിൽ ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പഴവർഗ്ഗ വിളയാണ്, വാഴയാണ് ഇതിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. ഇൻഷുർഡ് ക്വാണ്ടിറ്റി ഓരോ സർവേ നമ്പറിലും ഇൻഷുർ ചെയ്ത ക്വാണ്ടിറ്റി നമുക്ക് കാണാം, വലത് സൈഡിൽ കാണാൻ പറ്റും. ഡേറ്റ് ഓഫ് പ്ലാന്റിങ് കാണാൻ പറ്റും. ഏത് സർവേ നമ്പറിലാണ് നമുക്ക് കൃഷി നശിച്ചിട്ടുള്ളത് ആ സർവേ നമ്പർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർവേ നമ്പർ സെലക്ട് ആവും. അപ്പോഴേക്കും തുറന്നു വരുന്ന വിൻഡോയിൽ ബനാന നോൺ ബഞ്ച്ഡ്, ബനാന ബഞ്ച്ഡ് എന്ന് കാണിക്കും. അതിൽ ഇപ്പം നമുക്ക് കുലയ്ക്കാത്ത വാഴയാണ് എങ്കിൽ നോൺ ബഞ്ച്ഡ് അത് അതിൻ്റെ ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൃഷിനാശത്തിൻ്റെ ഫോട്ടോ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. റിലീഫ് റേറ്റ് ഇവിടെ കാണിക്കും, നമുക്ക് എത്ര രൂപയാണ് നഷ്ടപരിഹാരം കിട്ടുന്നത്. അപ്പോഴും നമുക്ക് എത്ര വാഴയാണോ പോയത് അത്രയും വാഴയുടെ എണ്ണം നമ്മൾ വലത് സൈഡിൽ ക്രോപ്പ് ക്വാണ്ടിറ്റി ഇൻ നമ്പർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 വാഴയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബനാന ബഞ്ച്ഡ്, അതായത് ആ സർവേ നമ്പറിൽ കുലച്ച വാഴ, അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആയി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിലീഫും ഇവിടെ കാണിച്ചു തരും എത്ര റേറ്റാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ എനിക്ക് കുലച്ചത് ഒരു 4 വാഴയാണ് പോയിട്ടുള്ളത്. ഞാനിവിടെ ഒരു 4 വാഴ കൊടുത്തിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കൊടുത്തത് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഈ താഴെ പല സർവേ നമ്പറുണ്ട്. ഈ പല സർവേ നമ്പറിൽ നമുക്ക് ഞാനിപ്പോൾ ആദ്യത്തെ സർവേ നമ്പറാണ് കൊടുത്തു കഴിഞ്ഞത്. ഇതിലെനിക്ക് വാഴ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ മൈ കോമ്പൻസേഷൻ ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപേക്ഷ കൊടുത്ത ഡേറ്റ്, ഇതിൻ്റെ മറ്റ് സ്റ്റാറ്റസ്, നമ്മുടെ ഓഫീസ് ഏതാണ് എല്ലാം നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഷുറൻസ് അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ അപേക്ഷ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ ഈ റിട്ടേൺ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ അപേക്ഷയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ റിട്ടേൺസിൽ ഇവിടെ കാണാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അപേക്ഷ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മുടെ അപേക്ഷ കറക്റ്റ് ചെയ്ത് വിടേണ്ടതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് ചെയ്ത വിളകളുടെ നഷ്ടപരിഹാരത്തിന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.